ഗുഡ് മോർണിംഗ് ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ക്രിസ്മസ് ഒക്കെ അടുത്തല്ലേ. അപ്പോൾ ഒത്തിരി നാളായി ഞാൻ കൂണിൻ്റെ ജോലി നിർത്തി വെച്ചിട്ട്. കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾക്കറിയാം, ഇടുക്കലും മിടുക്കി എന്ന യൂട്യൂബ് ചാനലത്ത് കൂണ് കൃഷി ചെയ്യുന്നത്, ബെഡ് പിടിക്കുന്നത്, ടെർലൈസർ ചെയ്യുന്നത്, കൂണ് മുട്ട ഉണ്ടാകുന്നത്, കൂണ് പറിക്കുന്നത്, കൂണ് തൂക്കി വിൽക്കുന്നത് ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ 15-16 എപ്പിസോഡായിട്ട് ഞാൻ അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പോൾ ഒരു വർഷമായിട്ട് നിർത്തി വെച്ചേക്കായിരുന്നു. ഞാൻ വീണ്ടും ഇപ്പം ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കൂൺ ഷെഡിലാണ് കൂണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ കൃഷിയായിട്ട് ചെയ്യുമല്ല ഗൈസ്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് ജോലികൾ, നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട കുറേ ജോലികൾ ഏറ്റെടുത്ത് എനിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വിശ്വസിച്ച് കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വർക്ക് പിടിക്കണം. അതിനിടയ്ക്ക് തയ്യൽ, ഷോപ്പ്, കൃഷിപ്പണി, ഏലം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏലത്തിന് നന്നായിട്ട് കണ്ടിന്യൂറ്റ് നമുക്ക് പണി ചെയ്തേ പറ്റത്തുള്ളൂ. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിനിടയ്ക്ക് സിനിമ ഫീൽഡ്, അത്യാവശ്യം നല്ല ഇതൊക്കെയാണ്. ഞാൻ വിളിച്ചാൽ ഞാൻ പോകും. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നു. അപ്പോൾ നല്ല പാരിച്ച ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ ഒരു വർഷമായിട്ട് കൂൺ കൃഷി ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതും ഈ കാലാവസ്ഥയ്ക്ക് സാധാരണ ഇപ്പോൾ ചെയ്യാൻ എല്ലാവരും മടിക്കും. കാരണം ഡിസംബർ, ജനുവരി മാസമൊക്കെ അറിയാം, ഒരു വരണ്ട ഇത് തണുപ്പും കാറ്റും ഒക്കെയാണ്, പിന്നെ ചൂടും. ഇതെല്ലാം കൂടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് കൂൺ കൃഷി അത്ര കംഫർട്ടബിൾ ആവില്ല. എന്നിരുന്നാൽ പോലും ഞാനിപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം അടുപ്പിച്ച് എൻ്റെ മോൻ ബേക്കറിയിൽ നിന്ന് കൂണ് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം നമുക്കറിയാവുന്നൊരു തൊഴിൽ, നമ്മൾ ചെയ്ത് നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കി പറിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. അപ്പോൾ അതിൻ്റെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല ആ കൂണിന്, സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് പിള്ളേരുടെ ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ അത് മേടിക്കുന്നത് വെച്ചിട്ട് ഞാൻ ആ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇപ്പം ഞാൻ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഷെഡിനകത്ത് കൂൺ ഷെഡാണ്. ഇതുണ്ട കൂൺ ഷെഡാണ്, ഞാൻ കാണിക്കാം. കൂൺ ഷെഡാണ്. അപ്പം ഒരു വർഷമായിട്ട് ഇതൊന്നും ചെയ്യാൻ അടക്കുമായിരുന്നു. ഇത് നമ്മുടെ ചെറിയ ഡാർക്ക് റൂമാണ്. ഇതെല്ലാം കഴുകി സെറ്റാക്കി ഇന്നലെ 3, 4, 5 ബെഡ് ഞാൻ ഇന്നലെ പിടിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ഇറക്കി വെച്ച വൈക്കോലും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് കൊണ്ടാ ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഇന്നലെ ഫുള്ള് ഷെഡ് ഞാൻ ക്ലീൻ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്നത് വൈക്കോലിനകത്തല്ല, ഇതുണ്ട് ചകിരിച്ചോറിനകത്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ചകിരിച്ചോറ് ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടാവശ്യത്തിനല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ഉണ്ടാകണമല്ലോ. ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോഴേക്ക് നമ്മൾ വൈക്കോലിനകത്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആകും. അപ്പോൾ ഇതാകുമ്പം കുറച്ച് ഈർപ്പം നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ